ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും ഒന്നാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. ആ യാത്ര എന്നേക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. അവരുടെ തറയിൽ കിടത്തി തുടങ്ങി. കയ്യിൽ കാരുലേറ്റ് എടുത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കൈയാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ഐസിയുവിലേക്ക് മാറ്റി. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിപ്പിച്ചു. ഇരു കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. പാവം ഡെയിലി കൂലിക്കാരനാണ്, പണിക്ക് വരുന്ന ആളാണ്. കാൽമുട്ട് വേദനയായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അവസാനം കൃഷ്ണമണി വരും പോയി. ചികിത്സാ പിഴവ്. ആരോട് കുഴപ്പം? ആരോട് പറയാൻ? ആരുണ്ട് കൂടെ? കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടാണ് കത്രിക. അവർ പറഞ്ഞ പോലെ ക്ലിപ്പ് പോലെ സാധനമാണ്, വയറിൽ തന്നെ കുഴപ്പമില്ല, അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്തായി? ഇതിനു മുമ്പ് കത്രിക മറന്നു പോയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം പാവങ്ങൾ മാത്രമാണല്ലോ ബാധിക്കുന്നുള്ളൂ? പാവങ്ങൾ മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ പോകണമെന്ന് പാവങ്ങൾ ചോദിക്കാൻ ആരുമില്ലെന്നും പുറത്താണോ? എനിക്കറിയാൻ വേണ്ട ചോദിക്കണേ. വേറെ കുഞ്ഞിനും വേദനയ്ക്കും 8 മാസം പ്രായം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം ജൂണിലെ പ്രസവശേഷം ദുരിത ജീവിതം. യോനിഭാഗത്ത് ഡോക്ടർ മുറിവുണ്ടാക്കിയപ്പോൾ മലാശയം കൂടി മുറിഞ്ഞതായിരുന്നു കാരണം. 3 ദിവസമായപ്പോഴത്തേക്ക് ഈ സ്റ്റിച്ചിൽ കൂടെ മല വന്നത്. അപ്പോൾ ഡോക്ടർ ഒന്ന് മുറിവ് നോക്കിയിട്ട് പറഞ്ഞു മുറിവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കി നമുക്ക് തോന്നുന്നതാണ്, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ 10 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തു. മുറിവുള്ള വിവരം ഡോക്ടർ ഗൗനിച്ചില്ല. സമയത്ത് പ്രസവമായിട്ട് പോയതാണ്. ഇപ്പം എന്തായി? മൂത്രമൊഴിക്കുന്ന സ്ഥലത്തോടെ ഇപ്പം മലമാണ് വന്നത്. ആരുടെ വേഴയാ? അറിയില്ല, ചോദിക്കാൻ ആളില്ല. ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ ഒരു ഗതികെട്ടവൻ്റെ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അവനെയൊക്കെ പിഴിഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാലോ, നല്ല ഡോക്ടർമാരുണ്ട് കേട്ടോ, നല്ല നഴ്സുമാരുണ്ട്, നല്ല കമ്പൗണ്ടർമാരുണ്ട്, നല്ലവരുണ്ട്. കുറേ കൂതറകളുണ്ട്. അവൻ്റെ എന്നിട്ട് കയ്യിൽ നിന്ന് എടുത്തവനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തവനെ നിനക്ക് വെറുതെ കിട്ടണല്ലടാ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നീ അത് ചെയ്യണം. ശരിയാണ്, പലരും അവിടെ പല പ്രസവത്തിന് വരും പോയെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ടി വരും. ചെറിയ കൈക്കൂലി കൊടുത്താൽ ആർക്കും ഉച്ചാറുള്ള അല്ലെങ്കിൽ ഒരു പണിയില്ല. യുവമാരൊക്കെ എന്താ പ്രശ്നം? ഇവർക്ക് പേടിയില്ലാത്തതെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കും. കാര്യം അവർക്ക് ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ അവരുടെ പറഞ്ഞ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഗവൺമെൻറ് പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ ഒരു റെപ്യൂട്ടേഷനിലല്ലോ, എന്നാൽ വന്ന് കിട്ടി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ യൂണിയൻ ഉണ്ടാവും. പിന്നെ ഒന്നും നോക്കാമല്ല. ഇത്തരം ഈ പറഞ്ഞ ചികിത്സയിലുണ്ടായ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിന് ഉത്തരവാദികൾ ആരാണ്? ആ ഡോക്ടറും അല്ലെങ്കിൽ കൂടുന്ന ആളല്ലേ? ഇതിൻ്റെ ചിലവ് ആര് കൊടുക്കും? ഞാൻ പറഞ്ഞ ഇത്ര ആൾക്കാർക്ക് ഒരു 10 കോടിയും കൊടുക്കണം. അത് ഇവന്മാരെ ശമ്പളത്തിൽ തന്നെ പിടിച്ചു കൊടുക്കണം. സ്ഥാപന ജംഗമാസം വിറ്റു കൊടുക്കണം. ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ അമേരിക്കയിലൊക്കെ പോയി ചികിത്സിക്കണം എന്താണെന്ന് ഉറപ്പായി. കാര്യം നല്ല വിശ്വാസമുണ്ട്. അവർ തന്നെ സപ്പോർട്ട് ചെയ്യണ, അവർ തന്നെ ആക്കി അല്ലെങ്കിൽ അവർ തന്നെ പൊക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എത്രത്തോളം അവർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും സത്യം. നമ്മളൊക്കെ മണ്ടന്മാർ. നമ്മളിനി ഇങ്ങനെ ന്യായീകരിച്ച് വരികാൻ അണികളും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സഹിക്കുക, അല്ലാതെന്ന് പറയാനാണ്.